ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അഗ്രോഗ്രി എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പെറ്റൂണിയ ചെടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒത്തിരി പേർ പാകിയിട്ട് കിളിർക്കുന്നില്ല എന്ന ഒത്തിരി പരാതികൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പാകിയ എല്ലാ വിത്തും മുളച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാകിയെന്ന് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട്. അതിന് ആദ്യം മണലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മണൽ നല്ലതുപോലെ കഴുകിയെടുക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. മണൽ നല്ലതുപോലെ കഴുകി അതിലെ ചെളിയും മറ്റ് വസ്തുക്കളുമൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഞാൻ ഈ പെറ്റൂണിയ നട്ടത്. പക്ഷേ ഞാൻ ചകിരിച്ചോറിൽ നട്ടു, അതും പിടിച്ചിട്ടുണ്ട്. എന്നാലും ഈ മണലിൽ നട്ടപ്പോൾ ഒത്തിരി റിസൾട്ട് എനിക്ക് കിട്ടി. ഒത്തിരി സുഹൃത്തുക്കൾ വളരെ ആവശ്യത്തോടുകൂടി നട്ടിട്ടും വളരെ പൈസ ചിലവാക്കി നട്ടിട്ടും കിട്ടുന്നില്ല എന്ന് ഒത്തിരി പരാതിയുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ എവിടെ നിന്നാണ് സീഡ് വാങ്ങിയതെന്ന് ഒത്തിരി പേർ അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വിത്തുകൾ നല്ല രീതിയിൽ മുളച്ചിട്ടുണ്ട്. ആ വിത്തുകളാണ് ഈ കാണിക്കുന്നതെല്ലാം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മണൽ നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതിലെ ചെളിയൊക്കെ കഴിഞ്ഞ് നല്ല തെളിനീരാവുന്നത് വരെ കഴുകി ആ വെള്ളം അതിനുശേഷം ഞാൻ ഉണക്കിയെടുത്തു. നല്ല രീതിയിൽ വെയിലത്തിട്ട് ഒരു ദിവസത്തെ ഉണക്ക് നല്ല രീതിയിൽ കൊടുത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ഇത് പാകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ പാത്രങ്ങളിലാണ്. ഇത് നമ്മുടെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കിട്ടുന്ന പാത്രമാണ്. അത് ചൂട് ഭാഗം 3-4 ഹോള് കൊടുത്തതിന് ശേഷമാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിലാകുമ്പോൾ അടപ്പുള്ളത് കൊണ്ട് നമുക്ക് മറ്റ് കവർ ചെയ്യേണ്ട കാര്യമില്ല. അതിനാലാണ് ഇതിൽ നട്ടത്. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഹോളൊക്കെ നല്ല ഡ്രെയിനേജ് രീതിയിൽ നല്ലതുപോലെ അടച്ചതിന് ശേഷം നമുക്ക് ഈ മണലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ മണൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തി നോക്കിയതിൽ കൂടിയാണ് ഞാൻ ഈ പെറ്റൂണിയ വിത്ത് എല്ലാം ഈ മുളപ്പിച്ചെടുത്തത്. അപ്പോൾ മണൽ നല്ല രീതിയിൽ നിറച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ പ്രസ് ചെയ്ത് അത് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഉറപ്പിക്കുക ആ മണൽ. കാരണം നമുക്ക് സീഡ് പാകിയിട്ട് അത് വെള്ളം ഒഴിക്കുമ്പോൾ അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ അത് പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് വിത്തുകൾ പാകി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം വിത്തുകൾ നമ്മൾ പാകുന്നു. എപ്പോഴും ഇതുപോലെ വിത്തുകൾ നമുക്ക് പാകുന്നതിന് മുമ്പ് കുറച്ച് ആ വിത്തിൽ സാഫ് കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം പാകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വിത്തുകൾ ഫംഗസ് ഉണ്ടാകുകയുമില്ല. അതുപോലെ തന്നെ വിത്തുകൾ എവിടെയൊക്കെ വീണെന്ന് നമുക്കൊന്ന് കാണാനും പറ്റും. നല്ലതുപോലെ സാഫിൽ മുക്കിയതിന് ശേഷം മാത്രം വിത്തുകൾ പാകുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ അടച്ചു വയ്ക്കുക ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കും. ഞാൻ ജനലിൻ്റെ സൈഡിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ പുറത്തുനിന്നുള്ള ചെറിയ വെയിൽ അതിൽ കിട്ടും. രണ്ടാമതായി ഞാൻ ഉപയോഗിച്ചത് വെറും മണ്ണ് അരിച്ചെടുത്ത മണ്ണാണ്. അതിലും പാകി, അതിലും നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ഈ മണ്ണെന്ന് പറയുന്നത് എൻ്റെ ടെറസിൽ കിടന്ന് നല്ലതുപോലെ വെയിൽ കൊണ്ട് കിടക്കുന്ന ഏകദേശം 1 വർഷമായിട്ട് വെയിൽ കൊണ്ട് കിടക്കുന്ന മണ്ണാണ്. അപ്പോൾ നിങ്ങൾ 1-2 ദിവസമെങ്കിലും ഈ മണ്ണ് നല്ലതുപോലെ ഉണങ്ങാൻ അനുവദിക്കുക. നല്ല വെയിലത്ത് ഉണങ്ങിയതിന് ശേഷം നടുക. അതിനുശേഷം ആൻറ്റി ഫംഗൽ സാഫ് വെള്ളത്തിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതുപോലെ അതിൽ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് ഇതും നടുന്നത്. അപ്പോൾ ഇതുപോലെ നട്ടതിന് ശേഷം വീണ്ടും ആ സാഫ് കലക്കിയ വെള്ളം നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ മണ്ണൊന്നും ഇടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ 2-3 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൽ ചെറിയ രീതിയിൽ മുളച്ച് വരുന്നതാണ്. ഈ മുളച്ച് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഇതിൻ്റെ തണ്ടുകൾക്ക് നീളമുണ്ടാകും. അപ്പോൾ വെയിലടി കൊണ്ടില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ രീതിയിൽ നമ്മൾ രാവിലത്തെ വെയിൽ ഇതിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ രാവിലത്തെ വെയിൽ ഒരു അരമണിക്കൂർ ഇത് കൊള്ളിക്കുക ദിവസവും. അതിനുശേഷം വീണ്ടും തണലത്തെടുത്ത് വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾക്ക് നല്ല കരുത്ത് കിട്ടുന്നതാണ്.
വിത്തെല്ലാം മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെള്ളമോ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇരുന്നിട്ട് ഇതിൻ്റെ ആ വെയിറ്റ് കൊണ്ട് ഇത് തണ്ട് ഒടിഞ്ഞ് താഴോട്ട് പോകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് ചകിരിച്ചോറിൽ ഞാൻ പാകിയതാണ്. അതും നല്ല രീതിയിൽ മുളച്ചു വരുന്നുണ്ട്. ചകിരിച്ചോറ് എന്ന് പറയുമ്പോൾ കമ്പോസ്റ്റ് ആക്കിയ ചകിരിച്ചോറ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചകിരിച്ചോറില്ല, കമ്പോസ്റ്റ് ആക്കിയ ചകിരിച്ചോറ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ് നനച്ചു കൊടുക്കേണ്ടതെന്നാണ്. ഇതുപോലെ വലിയ പാത്രം എടുത്തതിന് ശേഷം അതിൽ ഒരു 2-3 ഗ്രാം ആൻറ്റി ഫംഗൽ പൗഡറായ സാഫ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആ പാത്രം, നമ്മൾ നട്ട പാത്രം അതിൽ ഇറക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്താൽ അതിൽ ഈർപ്പം കയറി അത് മൊത്തം നനഞ്ഞ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അല്ല മുകളിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നശിച്ചു പോകും. ഒരു 10 മിനിറ്റൊക്കെ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ഇത് നനഞ്ഞ് ഫുള്ള് നനയും. അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്ത് വീണ്ടും വെയിലത്ത് വെച്ച് കൊടുക്കാം. അരമണിക്കൂർ വെയിൽ പൊളിച്ചതിന് ശേഷം വീണ്ടും മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ കറുത്ത കളർ കാണുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇത്ര വളർന്നപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് അരിച്ച് അതിൽ ഇട്ട് കൊടുക്കാനുണ്ടായത്. ചെറുതായിട്ടൊന്ന് അരിപ്പ് വെച്ച് അരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൽ ഈ നല്ല രീതിയിൽ മൂട്ടിലൊക്കെ വീണ് നല്ല ദൃഢമായിട്ടിരിക്കും. പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോവുകയില്ല. അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. മണ്ണിര കമ്പോസ്റ്റ് ചെറിയ അരിപ്പിൽ അരിച്ച് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ്. മണ്ണിര കമ്പോസ്റ്റ് തന്നെ വേണമെന്നില്ല, മണലായിരുന്നാലും മതി. ഒരു ലെയർ ചെറുതായിട്ടൊന്ന് അരിച്ചിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വളരും. ഏകദേശം 2 ആഴ്ച 3 ആഴ്ച ആയപ്പോഴുള്ള വളർച്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല രീതിയിൽ തന്നെ എല്ലാം വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഈ പ്രായത്തിൽ വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ചെറിയ കപ്പുകളിലോ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമുക്കിതിനെ മാറ്റി വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ കൂടുതൽ നിന്നാൽ പെട്ടെന്ന് വളരാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് വേറെ ട്രാൻസ്പ്ലാന്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് തൈകൾ വളരെ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുകയുള്ളൂ. ഇതിലിപ്പോൾ എല്ലാം മിക്സാണ്, എല്ലാ കളറും ഉണ്ട്. ഒരുവിധമുള്ള എല്ലാ കളറും പല വെറൈറ്റിയും മിക്സാണ്. എല്ലാം മുളച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഹൈബ്രിഡാണ്. അത് കുറച്ച് വിത്തേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റി വെച്ചതാണ്. ചെറിയ പോട്ടിംഗ് ട്രേയിൽ ഓരോ തൈകളാക്കി കുറച്ച് മാറ്റി നട്ട് നോക്കിയതാണ്. ഇത് അവസാനം നട്ട കുറച്ച് വിത്തുകളാണ്. അത് മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വളർത്തിയെടുക്കാൻ കഴിയും. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളർത്തിയെടുക്കാൻ കഴിയും. മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇതിന് വെയിൽ കൊള്ളിക്കുക എന്നതാണ്. അത് രാവിലത്തെ വെയിൽ തന്നെ കൊള്ളിക്കണം. രാവിലത്തെ വെയിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അത് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വന്നാൽ നമുക്ക് വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ പച്ച നെറ്റ് ഷെയ്ഡ് കൊടുത്ത് നമുക്ക് അതിൻ്റെ അടിയിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കൂടുതലായിട്ട് ഇതിന് മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ഏതെങ്കിലും പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം ഈ പാത്രം അതിലോട്ട് ഇറക്കി വെച്ച് വെള്ളം കയറി ഈർപ്പമുണ്ടാകുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. ഇപ്പോഴുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം ഉള്ള സ്റ്റേജാണ്. ലാസ്റ്റിൽ ഇത്രയും വളർന്നിട്ടുണ്ട്. ഒരുപാട് തൈകളുണ്ട്. ഇതെങ്ങനെ മാറ്റി ഇനി വയ്ക്കാനുള്ള സ്ഥലം ഇതിപ്പോൾ അവസാനത്തെ സ്റ്റേജാണ്. നല്ല രീതിയിൽ തന്നെ വളർന്നു. എല്ലാ തൈകളുമായിട്ടുണ്ട്. ഒരുപാട് തൈകളുണ്ട്. ഇതെല്ലാം മാറ്റി നടേണ്ടതുണ്ട്. കഴിവതും മണൽ ഉപയോഗിക്കാം. മണലും ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് ഇത് കൂടി 3 കൂടി മിക്സ് ചെയ്ത് നട്ടിട്ടും നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എവിടെ നിന്നാണ് വിത്ത് വാങ്ങിയത്, ആ വിത്ത് മേടിച്ച ആളുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഒരുപാട് വിത്ത് അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കിതെല്ലാം വാങ്ങാവുന്നതാണ്. നല്ല റിസൾട്ടുള്ള വിത്താണ്. ഞാൻ ഇത്രയും ദിവസം ഈ വീഡിയോ ചെയ്യാൻ താമസിച്ചിട്ട് തന്നെ ഇത് മുളച്ച് വന്നതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ജെന്യുനായ വിത്ത് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.